ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ സദയം സന്നിഹിതനായിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സൂര്യ തിയേറ്ററിൻ്റെ സാരഥി ശ്രീ കൃഷ്ണമൂർത്തി, ബഹുമാനപ്പെട്ട സദസ്യരെ, എൻ്റെ സഹപ്രവർത്തകരെ, വിനീതമായ കൂപ്പുകൈ. മനോഹരമായ ഈ സായം സന്ധ്യയിൽ അനന്തപുരിയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രശോഭിക്കുന്ന സൂര്യയുടെ ഈ വേദിയിൽ പ്രൗഢമായ, ചെറുതാണെങ്കിലും പ്രൗഢമായ കലാപ്രേമികളുടെ മുൻപേ രണ്ട് വാക്ക് ആമുഖമായി പറയുവാൻ എനിക്ക് അഭിമാനവും ചാരിതാർത്ഥ്യമുണ്ട്. എറണാകുളത്ത് തേവയ്ക്കൽ എന്ന സ്ഥലത്ത് കഴിഞ്ഞ 35 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സാധാരണ വിദ്യാലയത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്, വക്താവായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ രാഷ്ട്രം ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുറച്ച് അധ്യാപകർ ഭരണഘടനയുടെ രൂപീകരണത്തിന് പിന്നിലുണ്ടായിരുന്ന സംവാദങ്ങളും ചർച്ചകളും, കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചരിത്രപ്രസിദ്ധമായ ആ രൂപീകരണവും ആസ്പദമാക്കി ചെറിയ തോതിൽ സ്കൂളിൽ വച്ച് നടന്ന ഒരു കോൺക്ലേവിൽ ഇമ്മോർട്ടൽ സാഗ എന്ന പേരിൽ ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. വിവിധ വിഷയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അതിൽ ഒട്ടുമുക്കാലും ബിരുദധാരികളാണെങ്കിലും നാടകത്തിൽ അഭിനയിക്കുന്നതും വേദിയിൽ കാണുന്നതും ആദ്യമായിട്ടായിരുന്നു, അവരുടെ ആദ്യത്തെ അനുഭവമായിരുന്നു. അന്ന് അത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ശ്രീ ദേവൻ രാമചന്ദ്രനായിരുന്നു. അദ്ദേഹം വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളുടെ സ്കൂളിലൊരു വിദ്യാർത്ഥിയുമായിരുന്നു, പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് അത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുകയും ഇത് കൂടുതൽ സ്ഥലങ്ങളിൽ അവതരിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് ശ്രീ കൃഷ്ണമൂർത്തി ഇതിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ കാണാനിടയായതും ഇങ്ങോട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നതും. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയം ഇവിടെ ഭരണഘടനയെ പറ്റിയുള്ള ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ന്യായാധിപന്മാരുടെയും അഭിഭാഷകന്മാരുടെയും മുൻപേ വീണ്ടും ഒരു തവണ കൂടി അത് അവതരിപ്പിച്ചു. ഇതിൽ നിന്നെല്ലാം കിട്ടിയ പ്രചോദനവും ആവേശവും കൊണ്ട് ഇക്കൊല്ലവും എന്തെങ്കിലും ചെയ്യണമെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടപ്പോൾ ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം ഞങ്ങൾക്ക് തോന്നിയത് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന ആ ചരിത്രപ്രസിദ്ധമായ സമാഗമത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതുതന്നെ ആയിരിക്കണം എന്ന് കരുതി. ഇതിൻ്റെ എല്ലാം രചനയും സംവിധാനവും നിർവഹിച്ചത്, അതുമാത്രമല്ല അഭിനയിക്കുന്നതും സാങ്കേതിക വശങ്ങളെല്ലാം ചെയ്യുന്നതും വളരെ കുറച്ച് 95% അധ്യാപകർ തന്നെയാണ്. 5% ഞങ്ങൾ വെളിയിൽ നിന്നുള്ള സഹായം എടുത്തിട്ടുള്ളൂ. അതും എനിക്ക് ഊന്നി പറയേണ്ടത്, കുട്ടികളുടെ പഠന സൗകര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഇടവേളകളിലും വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലുമെല്ലാമാണ് ഈ അധ്യാപകർ
ഇതെല്ലാം രചിച്ചതും അഭിനയിച്ചതും റിഹേഴ്സൽ ചെയ്തതുമെല്ലാം. കഴിഞ്ഞ മാസം അതിൻ്റെ ഉദ്ഘാടനം ഫൈൻ ആർട്സ് ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി. വീണ്ടും ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി ഞങ്ങളെ സദയം ക്ഷണിച്ചു. ഇന്ന് ഇവിടെ വരാൻ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇന്നിവിടെ വേറെ ഒരു രാഷ്ട്രീയ റാലി നടക്കുന്നതുകൊണ്ട് പലർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അതെന്തു തന്നെ ആകട്ടെ, ഈ സംഭവത്തോട്, ചരിത്ര സംഭവത്തോട് വളരെ സത്യസന്ധമായി പുനരാവിഷ്കരിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. 100 വർഷം പഴക്കമുള്ള വിവരണങ്ങളാകുമ്പോൾ, പലരുടെയും വീക്ഷണങ്ങളിൽ നിന്ന് കാണുന്നതാകുമ്പോൾ പല വൈരുദ്ധ്യങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികവുമാണ്. അതിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. വിവാദ വിഷയങ്ങളിലേക്കൊന്നും സ്പർശിക്കാതെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും എന്തെങ്കിലും പാളിച്ചകളും അപാകതകളും ഉണ്ടെങ്കിൽ നിങ്ങൾ സദയം ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ഇന്ന് ഇവിടെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത് പ്രൊഫസർ ജോർജ് ഓണക്കൂറാണ്. അദ്ദേഹം തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനാണ്. പ്രഗത്ഭനായ അധ്യാപകൻ, സാഹിത്യകാരൻ, പ്രഭാഷകൻ, ഗവേഷകൻ, ചിന്തകൻ. ഇതിലെല്ലാം ഉപരി ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ആദർശങ്ങൾ പ്രാവർത്തികമാകാൻ സ്വന്തം ജീവിതത്തിലും കുട്ടികളിൽ കൂടിയും സമൂഹത്തിൽ പ്രാവർത്തികമാകുവാൻ അനവരതം ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വിദ്യോദയയുടെ പേരിൽ, ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും നിങ്ങളുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് എനിക്ക് സ്വാഗതം പറയുന്നത് വളരെ തെറ്റായിരിക്കും. ഈ വേദിയിൽ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തിക്ക് സ്വാഗതം പറയുക എന്നുള്ളത് അത് തീർച്ചയായും അത് ശരിയല്ല. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അദ്ദേഹത്തിന് അസുഖമാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയതേ ഉള്ളൂ. എന്നിരുന്നാലും എപ്പോഴും ഞങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇവിടെ ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാ സദസ്യർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാം ഒന്നുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ. ഇന്നത്തെ വിശിഷ്ടാതിഥി മലയാളത്തിൻ്റെ പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈ വിശിഷ്ട സദസ്സിന് എൻ്റെ സാദര പ്രണാമം. പ്രിയങ്കരനായ ഡോക്ടർ പി ശ്രീകുമാർ, പ്രിയപ്പെട്ട ശ്രീ ഡി രവീന്ദ്രനാഥ്, ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ സ്വന്തം സൂര്യ കൃഷ്ണമൂർത്തി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഗുരുജനങ്ങളെ, സഹോദരന്മാരെ, എത്ര വിനയത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് എന്ന് എന്നോട് തന്നെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് വളരെ സങ്കോചം തോന്നുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ അനുഭവപ്പെടാറില്ല എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരുദേവൻ ജീവിതത്തിൽ തലകുനിക്കാൻ, മനസ്സ് പൂർണ്ണമായി അർപ്പിക്കാൻ നമുക്ക് ലഭിക്കുന്ന 2 മഹാത്മാക്കളുടെ അപൂർവ സംഗമം നടന്ന 1926 കൃത്യം 100 വർഷം നാം പിന്നിടുകയാണ്. ആ ഋഷി സംഗമത്തിന്, ഋഷി സംഗമം എന്ന ഈ നാടകത്തിന് പേര് നൽകിയ പ്രിയപ്പെട്ട ജയശ്രീയെയും സംവിധാനം ചെയ്ത രമ കെ നായരെയും ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. ഏറ്റവും അർത്ഥവത്തായ ഒരു നാമധേയം.
ഇത് അവതരിപ്പിക്കുന്നത് കൊച്ചിയിലെ എന്നുവെച്ചാൽ എറണാകുളം ജില്ല, കൊച്ചി എന്ന് പറയുമ്പോൾ അതുപോലെ അതിനപ്പുറം എനിക്ക് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ തേവയ്ക്കൽ എന്ന ഭൂമികയിൽ പ്രവർത്തിക്കുന്ന വിദ്യോദയ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടുത്തെ അധ്യാപകരാണ് ഈ അപൂർവ കലാസംഗമത്തിന് വേദിയാകുന്നത്, നമ്മെ അനുഗ്രഹിക്കുന്നത്. എറണാകുളത്ത് നിന്ന് വന്ന കലാകാരന്മാരെ, നാടക പ്രവർത്തകരെ, വിദ്യാഭ്യാസ പ്രവർത്തകരെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സ്വാഗതം ചെയ്യുന്നതിൽ ഒരു ചെറിയ അനൗചിത്യമുണ്ട്. കാരണം അവിടെ നിന്ന്, എറണാകുളത്ത് നിന്ന് ഇവിടെ പറിച്ചു നട്ടു എന്ന് ഞാൻ പറയുകയല്ല, കുടിയേറി എന്നും പറയുന്നില്ല, മറിച്ച് ഉദ്യോഗത്തിനായി വന്ന് ഈ നാടിൻ്റെ ഒരു എളിയ ഭൂമി സ്വന്തമാക്കാൻ സാധിച്ച വ്യക്തിയാണ് ഞാൻ. എറണാകുളത്ത് പഠിക്കുകയും തൃക്കാക്കര കോളേജിൽ അധ്യാപകനായി 2 വർഷം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പുക്കാട്ടുപടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിത്യം യാത്ര ചെയ്ത അനുഭവത്തിൻ്റെ സമ്പത്ത് നൽകിയ പ്രദേശമാണ്. തൃക്കാക്കര ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള മൂത്തശ്ശൻ്റെ വീട്ടിലാണ് ഞാൻ 2 വർഷം താമസിച്ചത് എന്നും അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ആ മൂത്തേടത്ത് കുടുംബത്തിലെ അമ്മമാർ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയെ ഒരുക്കി പൂവൊക്കെ ചൂടിച്ച് ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുപോയിരുന്ന സായന്തനങ്ങളും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അവർക്കെല്ലാം ആ കുടുംബത്തിലെ അംഗം പോലെയായിരുന്നു ഞാനും എൻ്റെ സഹധർമ്മിണിയും എന്നുള്ളത് വളരെ അഭിമാനം തരുന്ന കാര്യമാണ്. എന്തെല്ലാം ഓർമ്മകളാണ് ആ പ്രദേശത്തെ ചുറ്റി എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൂര്യയുടെ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊരു നാടക അവതരണം നടത്തുന്നതിന് അവസരമുണ്ടായതിൽ എനിക്കും അഭിമാനമുണ്ട്. കൃഷ്ണമൂർത്തി അല്പം അസുഖബാധിതനായി ഇരിക്കുന്നു എന്ന്, അദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല, അങ്ങനെ വിളിച്ചിരിക്കുന്നൊരു സ്വഭാവക്കാരനാണ്, അതുകൊണ്ട് മാറിയിരിക്കുന്നു. വിനയാന്വിതനായി സ്റ്റേജിൽ കയറാൻ വലിയ പ്രയാസമാണ്, വലിച്ചു കയറ്റണം പലപ്പോഴും. എന്നാലും എത്ര ഹൃദയത്തോട് അടുത്ത ഒരു നല്ല സ്നേഹിതനാണ് സൂര്യ കൃഷ്ണമൂർത്തി. ഇവിടെ നമ്മൾ ഈ നാടകം അവതരിപ്പിക്കുകയാണ്. ഇതൊരു നാടകമല്ല, ഒരു സംസ്കാരത്തിൻ്റെ സംഗമം എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകം മുഴുവൻ ആദരിക്കുന്ന 2 മഹത്തുക്കൾ, വ്യക്തമായ രാഷ്ട്രീയ പ്രമാണം, തത്വം സൂക്ഷിച്ചിരുന്ന മഹാത്മാ ഗാന്ധി. ടാഗോറിനെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് മഹാത്മാ എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന പുണ്യാത്മാവ്. ഗാന്ധിജിയെ ഓർമ്മിക്കാതെ നമുക്കൊരു ദിവസം കടന്നു പോകാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. സത്യധർമാധികൾ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഹൃദയ സംഗീതമാക്കി മാറ്റിയ പുണ്യാത്മാവാണ് മഹാത്മാ ഗാന്ധി. ആ ഗാന്ധി സമാധിയിൽ എത്ര പ്രാവശ്യം നമ്മുടെ ശിരസ്കനായി നിന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുന്നു. ഒരു പുതിയ അനുഭവമാണ്. ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഹൃദയത്തെ, സംസ്കാരത്തെ തീർച്ചയായും സമ്പുഷ്ടമാക്കുന്നതിന് ഗാന്ധിജി നൽകിയ സംഭാവന വളരെ വലുതാണ് എന്ന് ഞാൻ ഓർക്കുന്നു. ജീവിതം സത്യാന്വേഷണ പരീക്ഷണമാക്കിയ മഹാത്മാവ്, തലമുറകളുടെ ഗുരുനാഥൻ. ടാഗോർ വള്ളത്തോളിൻ്റെ കവിത ഓർമ്മിച്ചു പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ നമ്മുടെ എല്ലാം ഗുരുനാഥൻ. അതുപോലെ വളരെ കുറച്ച് നേരം സംസാരിക്കുന്നുള്ളൂ എങ്കിലും എനിക്ക് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. 1828 അരുവിപ്പുറത്ത് ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രം ശിവക്ഷേത്രം. അപ്പോൾ ആളുകൾ ചോദിച്ചു, നാരായണ ഗുരുവിന്, ശ്രീനാരായണന് ശിവപ്രതിഷ്ഠ നടത്താൻ എന്തവകാശം എന്ന് ചോദിച്ചപ്പോൾ ആ മഹാത്മാവ് അന്ന് പറഞ്ഞ ഒരു മറുപടി നമ്മുടെ എല്ലാം മനസ്സിൽ ആലേഖനം ചെയ്യേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ്
ഗുരുവിൻ്റെ ഉത്തരം. നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. നമുക്ക് പറയാൻ കഴിഞ്ഞാൽ എത്ര വലിയ ഒരു ഉത്തരമാണ്. പല ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ആഗമിക്കുന്നത് നമ്മുടെ കൃഷ്ണനെ കാണാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രീപത്മനാഭനെ ദർശിക്കാൻ ആണ്. അവിടെ നമ്മുടെ 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 എന്നേ ഉള്ളൂ. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ചില ക്ഷേത്രങ്ങളുടെ മുൻവശത്തെ ഭിത്തിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അഹിന്ദു എന്നൊരു ജീവിയെ, വിചിത്ര ജീവിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊന്നുമില്ല. അഹിന്ദു എന്ന് പറഞ്ഞ ഒന്നില്ല. നമ്മൾ ഈ ഭാരതത്തിൽ ജീവിക്കുന്നവർ എല്ലാം ഒരേ സംസ്കാരത്തിൻ്റെ ഉടമകളാണ്. നെഗറ്റീവ് ആയിട്ട് പറയാൻ നമുക്ക് അവകാശമില്ല. മതമേതായാലും മനുഷ്യൻ നന്നാവണം എന്ന് പറഞ്ഞ ഗുരുദേവൻ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ക്ഷേത്ര ദർശനം നടത്തിയ പുണ്യാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ മഹാത്മാവ് ഗാന്ധിജിയായിട്ട് കാണുകയാണ്. അപൂർവ നിമിഷം. വാസ്തവത്തിൽ ഇത്ര മഹത്തായ ഒരു കൂടിക്കാഴ്ച, അപൂർവ സുന്ദരമായ ഒരു നാടകീയമായ ഒരു കൂടിക്കാഴ്ച വേറെങ്ങും സംഭവിച്ചിരിക്കാൻ ഇടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോട് ചേർന്ന്, അല്ലെങ്കിൽ പിൽക്കാലത്ത് അതുവഴി സംഭവിച്ച സമര മുന്നേറ്റങ്ങൾ, ജനവികാരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്, അതിനോടൊക്കെ സംഭവിച്ച് പിന്നാലെയാണ് നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ കയറി ആരാധിക്കാനും പൊതുവിദ്യാലയങ്ങളിൽ വന്ന് പഠിക്കാനും അവസരമുണ്ടായത് എന്നുള്ളത് നാം ഓർമ്മയിൽ സൂക്ഷിക്കുക. ശരിക്കും ചരിത്രത്തെ തിരുത്തിക്കുറിച്ച മഹാസംഗമമാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ലോക ഗുരുവായ ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്. ആ ഒരു നാടകീയ മുഹൂർത്തം, അനേകം നാടകീയ മുഹൂർത്തങ്ങൾ ഉണ്ട് എങ്കിലും ഇത് ആ മുഹൂർത്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മുഹൂർത്തമാണ് എന്ന് തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ അധ്യാപകർ കണ്ടുപിടിച്ചു. പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ പി ശ്രീകുമാറും ശ്രീ രവീന്ദ്രനാഥും ഒക്കെ ചേർന്ന് അതിന് ഒരു ശക്തമായ ആശയാവിഷ്കാരം നൽകി. നമ്മുടെ രമ കെ നായർ സംവിധാനം ചെയ്ത ഈ നാടകത്തിൻ്റെ രചന ശ്രീമതി പി ജയശ്രീ നിർവഹിച്ചു. നമ്മൾ ഈ നാടകം കാണാൻ വേണ്ടിയാണ് ഇവിടെ ഒത്തുചേരുന്നത്. ഞാനും ആ ഒരു അസുലഭമായ, അനിർവചനീയമായ, അല്ലെങ്കിൽ അത്യപൂർവമായ സാംസ്കാരിക മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. 7 മണി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നാടകം തുടങ്ങാൻ സമയമായി. 1.25 മണിക്കൂർ നീളുന്ന എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ നാടകത്തിൻ്റെ ഓരോ സന്ദർഭവും നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കട്ടെ, നമ്മുടെ സത്യാന്വേഷണത്തെ ത്വരിതഗതിയിൽ ആക്കട്ടെ, നമ്മുടെ മാനവികതയ്ക്ക് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് നമ്മുടെ നാട് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാനുള്ള ആവേശം, സംസ്കാരം നൽകട്ടെ എന്ന് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ തേവയ്ക്കൽ കുടുംബാംഗങ്ങളെ, വിദ്യോദയ സ്കൂൾ കുടുംബാംഗങ്ങളെ അതിലെ ഒരു ചെറിയ അംഗം എന്നുള്ള നിലയ്ക്ക്, കാരണം എൻ്റെ നാട്ടിൽ നടക്കുന്നതിനെല്ലാം എനിക്കും ഒരു ഭാഗഭാഗിത്വമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. കേരള കൗമുദിയിലെ രാജേഷ് ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. ഞാനൊന്ന് പെട്ടെന്ന് ചുമ്മാ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഞാനൊരു ചെറിയ വയലിൽ കിളിർത്ത ഒരു ചെടിയാണ്. എറണാകുളത്ത് നിന്ന് വരുന്നവർക്കറിയാം, വയലിൽ കിളിർക്കുന്ന ചെടിക്ക് ഉഴവിൻ്റെ കാലം മാത്രമേ ആയുസുള്ളൂ. അടുത്ത ഉഴവ് വരുമ്പോൾ, കലപ്പ വരുമ്പോൾ ഈ വയലിലെ നെൽച്ചെടി ഉഴുത് മറിഞ്ഞ് പോകും. അപ്പോൾ ഞാൻ വയലിൽ കിളിർത്ത ഒരു ചെടിയാണ്. ജീവനില്ല, ഐസൊന്നുമില്ല അധികം വയലിൽ കിളിർക്കുന്ന ചെടിക്ക്. പക്ഷേ ആരോ കരുണ തോന്നി അതിനെ അവിടുന്ന് പറിച്ചെടുത്ത് കരഭൂമിയിൽ നട്ടു. കരുണ തോന്നി, നല്ല മനുഷ്യർ വെള്ളമൊഴിച്ചു, അല്പം വളം വിട്ടു, വളർന്നു വന്നു. വലിയ വൃക്ഷമൊന്നും ആയില്ല എങ്കിലും ഒരു ചെറു വൃക്ഷം ഒരാൾ പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിലിടയ്ക്കിടെ
പൂക്കളുണ്ടാകുന്നു, വല്ലപ്പോഴും കായകളുണ്ടാകുന്നു. അങ്ങനെ പൂക്കൾ കൊണ്ട് മന്ദഹസിച്ചും കായകൾ കൊണ്ട് ആളുകളെ സന്തുഷ്ടരാക്കിയും ഇങ്ങനെ ഭൂമിയുടെ ഓരത്ത് നിൽക്കുന്ന ഒരു ചെറു ചെടിയാണ് ഞാൻ എന്ന് പെട്ടെന്നാണ് ഉത്തരം പറഞ്ഞതെങ്കിലും പിന്നെ ആലോചിക്കുമ്പോൾ അത് എത്ര അർത്ഥവത്താണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന മണ്ണ്, എൻ്റെ രാജ്യം, എൻ്റെ ഭാരതം, ഗാന്ധിജി പിതൃസ്ഥാനത്ത് നിൽക്കുന്ന പുണ്യഭൂമിക ആണ്. ഞാൻ നിൽക്കുന്ന ഈ ഭൂമി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമെന്ന് എൻ്റെ ഗുരു, നമ്മുടെ ഗുരു നിർവചിച്ച ഈ പുണ്യഭൂമിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഈ തിരിച്ചറിവ് നമുക്ക് കൂടുതൽ ശക്തമായി നൽകുന്നതിന് ഈ നാടക ദർശനം സഹായകമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീകുമാറിനെയും പ്രിയപ്പെട്ട നമ്മുടെ രമ കെ നായരെയും പ്രിയപ്പെട്ട ശ്രീ പി ജയശ്രീയെയും മറ്റു സുഹൃത്തുക്കളെയും എല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ വിനയത്തോടെ അത്യന്തം വിനയാന്വിതനായി ഈ നാടകത്തിൻ്റെ സമുദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജോർജ് സർ, അങ്ങയുടെ ഹൃദ്യമായ വാക്കുകൾക്ക് നന്ദി. ആമുഖത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിസ്മരിച്ചു പോയി. നടന്ന സമാഗമത്തിന് ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഈ നാടകം തുടങ്ങുന്നത്. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഗമമുണ്ടായത്. നമ്മുടെ നാടകം ആരംഭിക്കുന്നത് അതോടുകൂടിയാണ്. ചെക്കനെ കണ്ണടി, നിനക്ക് ചെക്കനെ ബോധിച്ചാടി പെണ്ണേ. താദിനന്ദയ്യാരാ ദയ്യത്താരാ താദിനന്ദയ്യാരാ താദിനന്ദയ്യാരാ ദയ്യത്താരാ താദിനന്ദയ്യാരാ. മാടത്തിൻ മുറ്റത്ത് നമ്മളൊന്ന് പാടി രസിക്കണല്ല, മാടത്തിൻ മുറ്റത്ത് നമ്മളൊന്ന് ആടി രസിക്കണല്ല. പാടണതെന്തിനടി വെണ്ണയിന്ന്, പാടണതെന്തിനടി, ആടണതെന്തിനടി വെണ്ണയിന്ന്, ആടണതെന്തിനടി. നമ്മുടെ നീലിപ്പെണ്ണ് നല്ലൊരു ചന്തത്തിലുള്ള പെണ്ണ്, പെണ്ണിനെ കണ്ടിട്ട് പൂതിയിളകിട്ട് ചെക്കനൊരുത്തൻ വന്നേ. ചെക്കന് കൂട്ടിരിക്കാൻ പെണ്ണിനു പൂതിയാണേ, രണ്ടിനെ കൂട്ടിക്കെട്ടിയാൽ തന്തോയമെങ്ങക്കാണേ. താദിനന്ദയ്യാരാ ദയ്യത്താരാ താദിനന്ദയ്യാരാ താദിനന്ദയ്യാരാ ദയ്യത്താരാ താദിനന്ദയ്യാരാ. മതിയാക്കിരി പെണ്ണുങ്ങളെ കളിയും ചിരിയാക്ക. സമഭാവനയും സ്നേഹവും സാഹോദര്യവുമാണ് ഒരു ജനത സ്വീകരിക്കേണ്ട ഹൃദയമന്ത്രം എന്ന സന്ദേശം നൽകിയ ധർമ്മയോഗിയും അഹിംസാ മന്ത്രം ഉയർത്തിക്കൊണ്ട് സമത്വസുന്ദരമായ ഇന്ത്യയെ സ്വപ്നം കണ്ട കർമ്മയോഗിയും കണ്ടുമുട്ടിയപ്പോൾ മഹനീയ ദർശനങ്ങളുടെയും ഉൾക്കാഴ്ചകളുടെയും വെളിച്ചമാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അനിവാര്യമായ ഈ കൂടിക്കാഴ്ചയ്ക്ക് പശ്ചാത്തലം ഒരുക്കിയതാകട്ടെ മറ്റൊരു വീരസമര
ചരിത്രവുമാണ്. കാലം ഹായ് 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 തീണ്ടാപ്പാട് എത്രയാണെന്നുള്ളത് ഇവറ്റകൾക്ക് അറിഞ്ഞൂടെ? കേട്ടില്ലേടാ, ഇത്ര അടി ദൂരം മാറി നിക്കണോന്ന് നിനക്കൊന്നും അറിയാൻ പാടില്ലേ എന്നാ ചോദിച്ചത്. മാറണടാ. അടീന്റെ പഴമനസ്സിലൊരു പൂതയുണ്ട് ബ്രാ. തന്തക്കിടാത്തന്നെ തന്തക്കിടാത്തേക്കും ഒക്കെ പൂതിയും പുന്നാരയും പറയാൻ വല്ല സ്ഥലമില്ലത്. തമ്പ്രാൻ തരുന്നതും വാങ്ങി കുപ്പപ്പാട്ടിൽ പോയിട്ട് മേലോട്ട് നോക്കി കിടന്ന് പൂതി അങ്ങ് മാറ്റിക്കോ. അതാ നിനക്കൊക്കെ നല്ലത്. തമ്പ്ര, എന്റെ കിടാത്തിക്ക് കഴുത്തുകെട്ടിനൊരു കിടാത്തം വന്നിട്ടുണ്ട്. കഴുത്ത് കേട്ടോ? ഓ, എന്ന് വച്ചാ മംഗലം, കല്യാണം. അതിനെന്താ തമ്പ്രം വന്ന് കല്യാണം കഴിപ്പിച്ചു തരണോ? അതല്ലമ്പ്രാ, ഒരു പറ നെല്ല് കൂടുതലിട്ടിയാല് കഴുത്തുകെട്ടിന് വരണവർക്ക് ഒരു പിടി ചോറ് കൊടുക്കായിരുന്നു. വെറുതെ അല്ല കനം കുറഞ്ഞത്. നെല്ലിന്റെയും കനം കുറഞ്ഞു, കൊലയുടെയും കനം കുറഞ്ഞു. ഇല്ലമ്പ്ര, തമ്പ്ര അറിയാണ്ട് ഞങ്ങ അങ്ങനെ ചെയ്യൂല. ചെയ്യൂലേ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. മാറണടാ, തമ്പ്രാനിങ് എത്താറായി. എന്താ നായരെ, കാര്യങ്ങളൊക്കെ പതിവിൻപടിയല്ലേ? എന്തെങ്കിലും ശങ്കക്കിടിയുണ്ടോ? ഒക്കെ ശരി തന്നെ, എന്നാലും അളവിലൊരു ഇത്തിരി കുറവുണ്ടോന്നൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെ കണക്കുകൾ പഴയ്ക്കുന്നുണ്ടെങ്കിൽ ഇവറ്റകളോടൊക്കെ ചോദിക്കാൻ പറ്റിയ ആളെ വിളിച്ച് ചോദിക്കാമല്ലോ, അല്ലേ? ഉണ്ട് തമ്പ്രാനെ. കോമപ്പനെയും കൂട്ടരെയും അതിനാണല്ലോ തമ്പ്രാൻ ചോറും വെള്ളം കൊടുത്ത് വളർത്തണത്. അയ്യോ അമ്പ്ര, വേണ്ടമ്പ്ര, ഞങ്ങ ഒരു നെറിയോടും കാണിച്ചിട്ടില്ലമ്പ്ര. ഉള്ളതുപോലെ ഇവിടെ കൊണ്ടുവന്നേക്കണ്. തമ്പ്ര, വേറൊരു കാര്യം കൂടെ ഉണർത്തിക്കാനുണ്ട്. അതെന്താ? എടാ കോര, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ചെക്കന്മാര് പഠിക്കണോന്നോ പള്ളിക്കൂടത്തിൽ പോണോന്നോ ഒക്കെ പറഞ്ഞ് കൂട്ടം കൂടണ കാര്യം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ കേക്കണുണ്ടല്ലോ. എടാ ചാത്ത, നീങ്ങിക്കടാ. അവന് കാര്യം പെട്ടെന്ന് പിടി കിട്ടും. അവന്റെ ചെക്കൻ ആ കൂട്ടത്തിലുള്ളതാ. അനക്കൊന്നും അറിയാൻ മേലമ്പ്ര. ചെക്കൻ എന്താ ചെയ്യണേന്നും എന്തിനാ പോണേന്നും അറിയാൻ മേലേ. അങ്ങനെയാണ് കാര്യങ്ങളല്ലേ നായരെ? ഇവറ്റകൾക്കൊക്കെ ഒരു ഇളവ് കൊടുക്കാന്ന് വിചാരിച്ച സമ്മതിക്കില്ലല്ലോ. കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്തുന്ന നശിച്ച ജന്മങ്ങൾ. നായരെ, ഇതിന് പരിഹാരം എന്താണെന്ന് വെച്ചാ ഉടൻ ചെയ്തുകൊള്ളുക. പഠിച്ച് പുരപ്പുറത്ത് കയറി എന്തുണ്ടാക്കാൻ പോകുന്നു നമുക്കൊന്ന് കാണണം. തമ്പ്രാൻ പറഞ്ഞത് കേട്ടില്ലടാ? നിന്റെ ചെക്കനെയും അവന്റെ കൂട്ടത്തിനെയും തമ്പ്രാന്റെ മുമ്പിലേക്ക് ഹാജരാക്കണമെന്ന്. ബാക്കി എന്താവെന്ന് അപ്പൊ അറിയാം. ചവിട്ടും തൊഴിയും കൊണ്ടേ ചാവുന്ന ഇതുങ്ങളുടെയൊക്കെ തലയിൽ എഴുതിയത്. അതിപ്പോ നമുക്കായിട്ടൊന്നും മാറ്റാൻ പറ്റൂല. അശുദ്ധിയെന്നാചാരം, അയിത്തമെന്നാചാരം, വിശുദ്ധിയെന്ന സങ്കൽപ്പത്തിൽ അശുദ്ധരാക്കപ്പെട്ടു മനുജർ. തീണ്ടാപ്പാടുകൾ അകലെ നിർത്തിയ ആചാരത്തിൻ ബലിയാടുകളായവർ.
അധ്വാനിക്കാൻ മാത്രം ജനനം ഇല്ലവകാശം ജീവിക്കാനാ. അവർണ്ണനെന്നും അടിമകളെന്നും പേരു വിളിച്ചതു മേലാളന്മാർ. ജീവിതമിവിടെ നരകസമാനം, മൃഗജീവിതമോ ഇതിലും ഭേദം. ജീവിതമിവിടെ നരകസമാനം, മൃഗജീവിതമോ ഇതിലും ഭേദം. അടിയും തടയും പറ്റി കൈക്കരുത്തും മെയ്ക്കരുത്തും നേടിയ വീരന്മാരായ ആണുങ്ങളാണ് പോലും. എന്തു ഫലം? വീരന്മാരാണ്, സംശയമുണ്ടോ? തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ എന്ന് ആരോ എഴുതി വെച്ച വംശത്തിലായി പോയി പിറന്നു വീണത്. അവരുടെ നിയമത്തിനനുസരിച്ച് ജീവിക്കണമെന്ന കൽപ്പന അനുസരിക്കാനായി പോയി വിധി. വിധിയോ? വിധിയാണെന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ടവരാണോ നമ്മൾ? ഭഗവാൻ വൈക്കത്തപ്പന്റെ നാട്ടിലാണ് ജനനം. ഭഗവാനെ കണ്ടു പ്രാർത്ഥിക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് അനുവാദമില്ലെന്ന് കൽപ്പിക്കാൻ ഇവരൊക്കെ ആരാണ്? അവർണനെന്നും സവർണനെന്നും രണ്ടു തരക്കാർ. അവർണർക്ക് ഭഗവാനെ കാണാനും ക്ഷേത്രത്തിൽ കയറാനും പാടില്ല. അത്ര നീച ജന്മങ്ങളാണോ നമ്മൾ? അവർണരാണ് പോലും അവർണർ. അമ്പല വഴി നടക്കാൻ പറ്റാത്തവര് അമ്പോറ്റിയെ കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കണോ? കീഴ്ജാതിക്കാർ അമ്പല വഴിയിൽ കയറരുതെന്നും പറഞ്ഞ് കാവൽ നിൽക്കുകയല്ലേ മേലാളന്മാർ. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വഴി നടക്കാം, എന്തിന് നായയ്ക്കും പൂച്ചയ്ക്കും വരെ നടക്കാം. നമ്മളെ പോലുള്ളവർക്ക് ചന്തയിലെത്തണമെങ്കിൽ 3-4 മൈല് കൂടുതൽ ചുറ്റിത്തിരിയണം. തടിമിടുക്കുള്ള ഈഴവച്ചക്കന്മാർക്ക് ആർക്കെങ്കിലും ഇതിനെ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടോ? അതെ, ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ശരിയാണ്, ഇതിനൊക്കെ കണക്ക് ചോദിക്കുക തന്നെ വേണം. ഞാനുണ്ട്, നമ്മളുണ്ട്, നമുക്ക് എതിരിടണം. ആരെങ്കിലും ഇതുപോലെ മുന്നോട്ട് വന്നാലേ എന്നെങ്കിലും ഇതിനൊക്കെ മാറ്റം വരും. ഒരു കാരണവശാലും ഈ രഹസ്യം ചോർന്നു പോകരുത്. ഈ വിവരം ദളവയുടെ ചെവിയിലെത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഒരെണ്ണത്തിനെയും ജീവനോടെ വച്ചേക്കരുത്. ദളവയുടെ കൽപ്പനയാണത്. എല്ലാത്തിന്റെയും തല വെട്ടിയെടുത്ത് കുളത്തിൽ താഴ്ത്ത്. നമ്മൾ മുന്നോട്ട് തന്നെ വരും എല്ലാവരും. അതെ, മുന്നോട്ട് തന്നെ, മുന്നോട്ട്. വെട്ടി താത്തട കുളത്തിൽ ഇവരെയൊക്കെ. ഒരുത്തനും വെറുതെ വിടരുത്.
ആചാരം വിശുദ്ധി എന്ന സങ്കൽപ്പത്തിൽ അശുദ്ധരാക്കപ്പെട്ടു മനുജർ തീണ്ടാപ്പാടുകൾ അകലെ നിർത്തിയ ആചാരത്തിൻ ബലിയാടുകളായവർ അധ്വാനിക്കാൻ മാത്രം ജനനം ഇല്ല അവകാശം ജീവിക്കാനാ പ്രമാണിത്വത്തിന് ഏതറ്റം അയ്യാ, നമ്മളെപ്പോലുള്ളവര് പൊതുവഴിയിൽ ഇറങ്ങരുതെന്ന കൽപ്പന തകർക്കാൻ നമുക്ക് പറ്റണം, അല്ലേ? പറ്റണം, പറ്റും. ഏമാന്മാർക്ക് പുത്തൻ കച്ചയിടാം, വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യാം. എന്തിന്? എതിരെ വരുന്ന അയിത്തക്കാരെ ചവിട്ടി മറിക്കുകയും ചെയ്യാം. വഴി തരൂല, പള്ളിക്കൂടത്തിലും കയറ്റൂല, ഒന്ന് പ്രാർത്ഥിക്കാനും പറ്റൂല. പെണ്ണുങ്ങൾക്ക് നെഞ്ഞു മൂടാൻ പാടില്ല, മേലോട്ട് മുണ്ടിട്ടാല് തല്ലി ചതയ്ക്കും. നമ്മുടെ കൈകൾ യാചിക്കാനുള്ളതല്ല, മുഷ്ടി ചുരുട്ടി മേലാളന്മാരെ വിറപ്പിക്കുന്നതായിരിക്കണം. അടിയാളന്മാരുടെ ഒച്ച കേട്ട് അവർ നടുങ്ങണം. അഭിമാനമാണ് ഏറ്റവും വലുത്. ഈ കാളവണ്ടിയും പുത്തൻ കച്ചയും മേൽമുണ്ടും പോരാത്തതിന് ഈ തലപ്പാവും വാങ്ങിയത് നമ്മുടെ അവകാശത്തെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. വേണം വേണം വഴി വേണം, വഴി നടക്കാൻ വഴി വേണം. വേണം വേണം വഴി വേണം, വഴി നടക്കാൻ വഴി വേണം. മതി, ഇനി ഒരടി മുന്നോട്ട് വെക്കരുത്. വന്നാൽ എന്ത് ചെയ്യും? വേണ്ട, ഇവരോട് ഞാൻ ഒറ്റക്ക് മതിയാകും. കണ്ട പുലയനും പറയനുമൊക്കെ ഇത്ര ചങ്കുറപ്പോ? വലിച്ചിറക്കി ചവിട്ടിത്തൊഴിച്ച് മൂലക്കിടടാ. അത്ര തന്റെ ഇടമുണ്ടെങ്കിൽ മുന്നോട്ട് വാ. അവകാശങ്ങൾ പിടിച്ചു വച്ചാല് അത് പിടിച്ചു വാങ്ങാൻ ഞങ്ങൾക്കും ചങ്കൂറ്റമുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അടിമകളല്ല ഞങ്ങൾ. അടിമകളല്ല, അടിമകളല്ല, മേലാളന്മാർക്ക് അടിമകളല്ല. വേണം വേണം വഴി വേണം, വേണം വേണം വഴി വേണം, വഴി നടക്കാൻ വഴി വേണം, വഴി നടക്കാൻ വഴി വേണം. മാറിനടാ. അയ്യോ, ആ, അയ്യോ, വിടടാ, കൈ വിടടാ. ഇനി ആരാണ് തടയാനുള്ളത്? ആർക്കാണ് അത്രക്ക് ധൈര്യം? നാശങ്ങള് രണ്ടും കൽപ്പിച്ചാന്നാ തോന്നുന്നത്. നിനക്കൊക്കെ വച്ചിട്ടുണ്ടാ? വായിക്കാൻ അറിയുന്നൊരു വായിച്ച് നോക്കത്. തീണ്ടൽ ജാതിക്കാരുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. നിനക്കതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? മനുഷ്യനും തമ്മില് ഒരുപാട് അകലുണ്ടെന്ന്. പൊതുവഴി കൂടി എല്ലാവർക്കും നടക്കാന്നേ എന്നോ ഒരു ഉത്തരവ് വന്നതാ. ഉത്തരവേ ആ ഉത്തരവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ മഹാസ്മാരകം. ജാതിയുടെ പേരിൽ മനുഷ്യന് വഴി കൂടെ നടക്കാൻ പറ്റൂല എന്ന് പറയാൻ അടയാളപ്പലകയാണത്. അധികാരപ്പലക എന്നൊരു പേര് കൂടി കൊടുക്കും ഇതിന്. ഇതിവിടെ തറച്ചു വെച്ചവർക്കൊരു വിചാരമുണ്ട്, അവരെ ആർക്കും തടയാൻ പറ്റൂല എന്ന്. അഹങ്കാരവും അധികാരവും കൊണ്ട് എന്ത് ചെയ്യാമെന്നാണ് വിചാരം. മനുഷ്യരെ പുഴുക്കളായി കാണുന്ന ഇവരാണ് പോലും സവർണ പ്രമാണികൾ.
നിക്കൂ നിക്കൂ നിക്കൂ, ഇതിലേ പോകാൻ പാടില്ല. എന്താ അറിഞ്ഞൂടെ? ആരാണിതെന്ന് അറിയാമോ? ആരാണെങ്കിൽ എന്താ? ഗുരുവാണ്, ശ്രീനാരായണ ഗുരു. നല്ലോണം അറിയാം. അരുവിപ്പുറത്ത് കല്ലെടുത്ത് വെച്ച് പ്രതിഷ്ഠ നടത്തിയെന്നറിയാം. ഈഴവരുടെ ഉന്നമനത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നും അറിയാം. പക്ഷേ അയിത്തജാതിക്കാരനായി പോയില്ലേ? വൈക്കത്തെ വഴിയിൽ കൂടെ ഒരയിത്തക്കാരനെയും കടത്തി വിടാൻ പറ്റില്ല. ഓരോരുത്തരുടെയും വഴി നിശ്ചയിക്കേണ്ടത് അവരവർ തന്നെയാണ്. അത് അവരുടെ അവകാശമാണ്. എൻ്റെ വഴി പ്രാർത്ഥനയുടേതാണ്. സ്വാമിക്ക് സിദ്ധാന്തം പറയാനുള്ള സമയമല്ലിത്. പണ്ടു മുതലേയുള്ള നിയമം അനുസരിച്ചേ പറ്റൂ. ഈ തീണ്ടൽ പലക കണ്ടില്ലെന്നുണ്ടോ? എഴുതി വച്ചിരിക്കുന്നത് വായിക്കാൻ അറിയാമല്ലോ അല്ലേ? ഇറങ്ങിക്കോളൂ, ഇറങ്ങിക്കോളൂ. എന്നിട്ട് നടക്കാവുന്ന വഴിയേ അങ്ങ് നടന്നോളൂ. നാം നടന്നു തീർത്ത വഴികൾ വെച്ച് നോക്കുമ്പോൾ ഇതെത്ര നിസ്സാരം. ഒന്നോർത്തോളൂ, ഒരാളുടെയും വഴി തടയാൻ ഈശ്വരൻ ഒരാൾക്കും അധികാരം കൊടുത്തിട്ടില്ല. അതുപോലെ ഒരാളുടെ അവകാശത്തെ നിഷേധിക്കാനും. പൗരന്മാരുടെ അവകാശങ്ങളെ തടഞ്ഞു വച്ചിരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്നാലും ഗുരുദേവനെ നിങ്ങൾ തടയരുതായിരുന്നു. കാലപ്രവാഹം തടയാമെന്ന് ചിലർ വ്യാമോഹിക്കും. കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്തൊക്കെ മാറി മറിയുമെന്ന് ആർക്കറിയാനാകും? സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ ലോകത്തിൻ്റെ സൃഷ്ടിക്കായി പ്രവർത്തിച്ച ഗുരുരാമൻ, ബാരിസ്റ്റർ AK പിള്ള, K വേലായുധമേനൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരി, TR കൃഷ്ണസ്വാമി അയ്യർ, ഹസൻ കോയ മൊല്ല, അങ്ങനെ അങ്ങനെ സമരത്തിൻ്റെ മുൻനിരയിൽ ഇനിയും എത്രയോ പേർ, പിന്നിൽ എണ്ണിയാലൊടുങ്ങാത്ത അനുയായികളും. നാരായണ ഗുരുദേവന് പോലും വിലക്കു കൽപ്പിച്ച സവർണരുടെ ആധിപത്യം അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല. നിങ്ങൾക്കാർക്കെങ്കിലും ആവുമോ? എൻ്റെ മതം ഇന്ത്യൻ രാഷ്ട്രീയ മതമാകുന്നു. നാടിൻ്റെ ഉയർച്ചയ്ക്കും ഉണർവിനും വേണ്ടിയുള്ള പ്രവൃത്തികളാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അനീതിക്കെതിരായ തീപ്പൊരി വീഴുന്നത് ചില ത്യാഗ മനസ്സുകളിലാണ്. അതിനെ കഠിന പ്രയത്നത്തിലൂടെ ഉലയൂതിയെടുക്കുമ്പോഴാണ് സാമൂഹ്യ വിപ്ലവം സാധ്യമാകുന്നത്. തീണ്ടൽ, തൊടിയിൽ എന്നീ ദുരാചാരങ്ങളെ ഹിന്ദുമതത്തിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റാനുള്ള വിപ്ലവമാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതെ മാധവ, തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിന്ന് ആചരിച്ചു വരുന്ന രീതിയിലുള്ള ഒരു ഐത്തം ഇന്ത്യയിലെങ്ങും കാണാനോ കേൾക്കാനോ ഇല്ല. ഇത്തരം ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ കുടികൊള്ളുന്നിടത്തോളം കാലം പരിഷ്കാരികളെന്നല്ല, ഒരു മനുഷ്യനെന്ന പേരിന് പോലും നാം അർഹരല്ല. എന്ത് ക്ലേശം സഹിച്ചും എന്ത് ത്യാഗം ചെയ്തും പൈശാചികമായ ഈ ആചാരത്തെ നമ്മൾ എതിർക്കും. അന്യദേശക്കാർ കാണിക്കുന്ന അനീതിക്കെതിരെ നമുക്ക് പ്രതിഷേധിക്കാൻ അറിയാം. നമ്മുടെ നാട്ടുകാരോട് നീതി കാണിക്കാൻ നാം ഒരുങ്ങാത്തത് എന്താണെന്ന് കേളപ്പൻ ചിന്തിച്ചിട്ടുണ്ടോ? മാധവൻ പറഞ്ഞതുപോലെ അയിത്തജാതിക്കാരോട് കാണിക്കുന്ന അനീതിക്കെതിരെ കടുത്ത സമരം തന്നെ തുടങ്ങണം. ഐത്തമെന്ന അനീതി നമുക്കെല്ലാവർക്കും ഒരു മുറിവാണ്. ഈ അനീതി എനിക്കോ കേശവനോ കേളപ്പനോ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഐത്തം അനുഭവിക്കേണ്ടി വന്നവർക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാം ഹൃദയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാട്ടം നടത്തേണ്ടത്. നീതിക്ക് ജാതിയില്ല. മന്നത്തിൻ്റെ ഈ ചിന്താഗതി എത്ര ഔന്നത്യമുള്ളതാണ്. തിരുവിതാംകൂർ നിയമസഭയിലെ ഈഴവ പ്രതിനിധികൾ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വഴികളിലെ യാത്രാനിരോധനത്തിൻ്റെ പ്രശ്നം എത്രയോ തവണ സഭയിൽ ഉന്നയിച്ചതാണ്. ഈ വിഷയം മതസംബന്ധിയാണ് പോലും. ഈ ന്യായം പറഞ്ഞാണല്ലോ വിഷയം ചർച്ചയ്ക്ക് പരിഗണിക്കാൻ പോലും അധികാരികൾ വിസമ്മതിച്ചത്. രാജാവിനെ നേരിൽ കണ്ട് വിഷയം അവതരിപ്പിക്കാൻ അന്നത്തെ ദിവാൻ രാഘവയുടെ അനുമതി മാധവൻ ചോദിച്ചതാണ്. അതെ, സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അനുമതി പോലും നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് എന്തു പോംവഴിയാണ് ഉള്ളത് എന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നെ കിട്ടിയില്ല. അതുമല്ല,
അയിത്തക്കാർ തിരുവിതാംകൂർ വിട്ടു പോവുകയാണോ വേണ്ടതെന്ന മാധവന്റെ ആ ചോദ്യത്തിന് കിട്ടിയ ഉത്തരം അതാണ് കേൾക്കേണ്ടത്. അങ്ങനെയായാലും വിരോധമില്ലെന്ന് അതായിരുന്നു ദിവാന്റെ മറുപടി. മാധവൻ അതിന് കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തുവല്ലോ. കൊടുക്കണമല്ലോ. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു. മഹാരാജാവിൻ്റെ മുമ്പിൽ ഈ ആവശ്യം ഉന്നയിക്കാൻ താങ്കൾ അനുവദിക്കില്ല. പ്രജാസഭയിൽ അവതരിപ്പിക്കാനും സമ്മതിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിന് വെളിയിൽ പോയി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മതനിരപേക്ഷമാക്കാൻ ഗാന്ധിജി നടത്തുന്ന പരിശ്രമങ്ങൾ നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ. മതം മാത്രമല്ല, ജാതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹിക അനീതിയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. തിരുനെൽവേലിയിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇപ്പോൾ ഗാന്ധിജി. അദ്ദേഹത്തെ നേരിൽ കണ്ട് വിവരമറിയിക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ആശാവഹമായിട്ടുള്ള കാര്യം അദ്ദേഹം രൂപം കൊടുത്തിരിക്കുന്ന ഐത്തോച്ഛാടന പ്രവർത്തനമാണ്. നമുക്കൊരു പുതിയ വഴി തുറന്നു കിട്ടും. ശരിയല്ലേ? തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയിൽ നിന്ന് ഐത്തോച്ഛാടന പ്രവർത്തനങ്ങൾക്ക് അനുമതി കിട്ടിയത് ലക്ഷ്യങ്ങൾക്ക് വഴിത്തിരിവുണ്ടാക്കി എന്നത് ഏറ്റവും പ്രധാനമാണ്. കാക്കിനടയിൽ വെച്ചു നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഇതിനോടനുബന്ധിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ സാധിച്ചതും ലക്ഷ്യത്തെ വേഗത്തിലാക്കിയിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർത്ത് ഐത്തോച്ഛാടന സമിതിക്ക് രൂപം നൽകണം. ഗാന്ധിജി ഉദ്ദേശിച്ച തരത്തിലുള്ള കർമ്മപദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്. ഐത്തോച്ഛാടന പ്രമേയം വായിക്കുകയാണ്. ഐത്തമെന്ന അനാചാരത്തെ നാട്ടിൽ നിന്ന് നീക്കം ചെയ്ത് പൂർണ്ണമായ പൗരസ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും കേരളത്തിൽ സ്ഥാപിക്കുന്നത് തങ്ങളുടെ ഉത്കൃഷ്ട കർമ്മമായി കേരളീയർ കരുതേണ്ടതാണെന്നും സഞ്ചാര സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ ജന്മസിദ്ധമായ അവകാശമാണെന്നിരിക്കെ ഏതെങ്കിലും ഒരാൾക്ക് ആ അവകാശം നിഷേധിക്കപ്പെടുന്നത് മനുഷ്യ സമുദായത്തോട് തന്നെയുള്ള ഒരു അപരാധമാണെന്നും മനസ്സിലാക്കുന്നതിനാൽ ഐത്തത്തെ കേരളത്തിൽ നിന്നകറ്റാൻ ന്യായവും സമാധാനപരവുമായ എല്ലാ മാർഗങ്ങളിൽ കൂടിയും പരിശ്രമിക്കുവാൻ ഈ സംഘം തീർച്ചയാക്കിയിരിക്കുന്നു. ഐത്തോച്ഛാടനത്തെ പ്രധാന കാര്യപരിപാടിയായി ഏറ്റെടുത്ത് പ്രചരണവും സമരവും നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. പര്യടന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ബാരിസ്റ്റർ പിള്ള നമ്മളെ ഇപ്പോൾ അറിയിക്കും. തിരുവിതാംകൂറിൽ നടത്തിയ പര്യടനം വളരെ ഫലവത്തായിരുന്നു. നഗരങ്ങളിലും ഉൾനാടുകളിലും വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അതായത് എല്ലാ ജനവിഭാഗങ്ങളിലേക്കും സമരത്തിന്റെ ആഹ്വാനം ചെന്നെത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രചാരണ സമിതി അധ്യക്ഷൻ ടി.കെ. എന്നാണ് പറയാനുള്ളത്. വൈക്കത്ത് നടത്തിയ പൊതുസമ്മേളനത്തിൽ തീണ്ടൽ പലക പിഴുതുമാറ്റാൻ കൊടുത്ത ആഹ്വാനം നടപ്പാക്കാൻ കമ്മിറ്റി ഉത്സാഹിച്ചതായി കണ്ടില്ല. തീണ്ടൽ പലക പിഴുതെറിയുന്നതിനേക്കാളും ജനങ്ങളെ കൂടെ കൂട്ടാൻ ഒരു ജാഥ, അവർണരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജാഥയായിരിക്കില്ലേ നല്ലത് എന്ന ചിന്തയുണ്ടായിരുന്നു. ജാഥ നടത്താനുള്ള തീരുമാനം അറിഞ്ഞപ്പോഴേ സവർണ നേതാക്കൾ കോൺഗ്രസ് കമ്മിറ്റിയെ സമീപിച്ചുവല്ലോ. വൈക്കം ക്ഷേത്രാധികാരി ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയും മറ്റ് സവർണക്കൂട്ടവും ജാഥ ഇപ്പോൾ വേണ്ട, അത് സാമുദായിക സൗഹാർദ്ദം തകർക്കും എന്നൊക്കെ വാദിച്ചപ്പോൾ കമ്മിറ്റി അതിന് വഴങ്ങി എന്ന് മാത്രം. ഏതായാലും മാർച്ച് 30-ന് ജാഥ നമ്മൾ നടത്തും. അറിഞ്ഞില്ലേ, ജാഥയ്ക്കെതിരെ നിരോധനാജ്ഞയുമുണ്ട്. മജിസ്ട്രേറ്റിന്റെ ഉത്തരവാണല്ലോ. ഓഹോ, എന്താണാവോ എതിർവാദം? ഐത്തം കാലാകാലങ്ങളായി നിലനിന്നു വന്നിരുന്ന ആചാരമാണെന്നും ആ കടമ സർക്കാർ നിർവഹിക്കണമെന്നും സവർണ വിഭാഗം ആവശ്യപ്പെടുന്ന വാർത്ത കേട്ടിരുന്നു. ആചാരത്തെ തകർക്കാൻ കോൺഗ്രസ് പ്രക്ഷോഭം അഴിച്ചുവിടുകയാണെന്ന തരത്തിലും വാർത്ത പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ വർഗീയ കലാപം ഒഴിവാക്കേണ്ടത് സർക്കാരിന്റെ കടമയായി മാറുമല്ലോ. സത്യഗ്രഹ രൂപത്തിലുള്ള ഒരു സമരമുറയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് ഗാന്ധിജി കേശവമേനോന് ഒരു കത്തയച്ചിരുന്നു. അതായത്
ഉപവാസം അനുഷ്ഠിക്കാതെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ ശാന്തമായി വഴങ്ങിക്കൊടുത്ത് തുടരെ നിൽക്കുകയോ നിലത്തിരിക്കുകയോ ചെയ്തുകൊണ്ട് സമരമുറ തുടരാമെന്നാണ് അദ്ദേഹം കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സമരപരിപാടിയുടെയൊക്കെ കേന്ദ്രമായിരിക്കാൻ സത്യാഗ്രഹ പന്തലിന്റെ ഒരുക്കവും നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ ജാഥയുടെ അടവ് മാറ്റി പരീക്ഷിക്കാം. നിരോധനാജ്ഞ ജാഥയ്ക്കല്ലേ? പകരം വിഭിന്ന ജാതിക്കാരായ 3 പേരെ മാത്രം വിലക്കുള്ള വഴിയിലൂടെ അയക്കാം. നിൽക്ക്, എവിടെ പോകുന്നു? മുന്നോട്ട്. ആദ്യം നിങ്ങളുടെ ജാതി ഏതാണെന്ന് പറയാം. ഞങ്ങൾ മനുഷ്യരാണ്. ജാതി പറയാതെ മുന്നോട്ട് നീങ്ങില്ല. അതാണ് പറഞ്ഞത്, ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങൾ പൊതുവഴിയിലൂടെ സഞ്ചരിക്കുകയാണെന്ന്. ജാതി എന്തെന്നറിഞ്ഞേ തീരൂ. എങ്കിലാവാം. കുഞ്ഞാപ്പി ജാതി പുലയൻ. ഗോവിന്ദപ്പണിക്കർ ജാതി നായർ. ബാഹുലയൻ ജാതി ഈഴവൻ. ഗോവിന്ദപ്പണിക്കർക്ക് മാത്രം പോകാം. ഇവർക്കൊപ്പമേ ഞാനും പോകൂ. കേരളത്തിന്റെ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും അസ്ഥിവാരമാണ് വൈക്കത്തിടുവാൻ ആരംഭിക്കുന്നത്. തീണ്ടലും മൈത്തവും അകറ്റാനും എല്ലാ ജാതിക്കാർക്കും പൊതുസ്ഥലങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുന്നതാണ് എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് സധൈര്യം നമുക്ക് മുന്നോട്ട് പോകാം. സത്യഗ്രഹം വിജയിക്കട്ടെ, ഐത്താചാരം തുലയട്ടെ. സത്യാഗ്രഹം വിജയിക്കട്ടെ, ഐത്താചാരം തുലയട്ടെ. സത്യാഗ്രഹം വിജയിക്കട്ടെ, ഐത്താചാരം തുലയട്ടെ. വൈക്കത്തുകാരല്ലാത്തവർ സ്ഥലം വിട്ടു പോകേണ്ടതാണ്. ഉത്തരവനുസരിക്കാത്തവർക്ക് തക്ക ശിക്ഷ ലഭിക്കുന്നതാണ്. വൈക്കത്തുകാരല്ലാത്തവർ സ്ഥലം വിട്ടു പോകേണ്ടതാണ്. ഉത്തരവനുസരിക്കാത്തവർക്ക് തക്ക ശിക്ഷ ലഭിക്കുന്നതുമാണ്. അഭിമാനഗാനവുമായി പടർന്നുയർന്നിടും ഇന്നലെയാരോ ചെയ്തൊര നീതിക്കായി പകരം ചോദിക്കും നീതിക്കായി പൊരുതും സമരം 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 സത്യഗ്രഹ സമരം സമരരഥം കന്നിൽ ഉരുവുകൾ പായിക്കാൻ കുതിച്ചു നീങ്ങാനായി ഒരുങ്ങിടും ഞങ്ങൾ കുതിച്ചു നീങ്ങാനായി ഒരുങ്ങിടും ഞങ്ങൾ പുതിയൊരു നീതിക്കായി നമ്മൾ ഉണർന്നുയരും അഭിമാനഗാനവുമായി പടർന്നുയർന്നിടും ഇന്നലെയാരോ ചെയ്തൊര നീതിക്കായി പകരം ചോദിക്കും നീതിക്കായി പൊരുതും സമരം 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 സത്യഗ്രഹ സമരം സമരരഥം കന്നിൽ ഉരുവുകൾ പായിക്കാൻ കുതിച്ചു നീങ്ങാനായി ഒരുങ്ങിടും ഞങ്ങൾ കുതിച്ചു നീങ്ങാനായി ഒരുങ്ങിടും ഞങ്ങൾ സമരം 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 സത്യഗ്രഹ സമരം സമരരഥം കന്നിൽ ഉരുവുകൾ പായിക്കാൻ പിന്നെ ആദ്യ ദിവസം തന്നെ ടി കെയും കെ പിയും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് തന്നെ എല്ലായിടത്തും ചർച്ചയായിരുന്നു. അതുകൂടാതെ ബാരിസ്റ്റർ ജോർജ് ജോസഫ് വൈക്കം ബോട്ട് ജെട്ടിയിൽ ഗംഭീര പ്രസംഗമല്ലേ നടത്തിയത്? അതാണ് പറഞ്ഞത്, ആളുകളിൽ ആവേശമുണ്ടായി തുടങ്ങിയെന്ന്. സമരക്കാരുടെ എണ്ണവും കൂടിയല്ലോ.
ദേ കേട്ടോ കേട്ടോ, സമരം വൈക്കത്ത് നടന്നാലും അതങ്ങ് പഞ്ചാബ് വരെ ചെന്നിട്ടുണ്ടേ. എന്താ കാര്യം എന്താ? പഞ്ചാബിന്നൊരു സംഘം നമ്മുടെ വൈക്കത്തേക്ക് വരുന്നെന്ന്. വെറുതെ അങ്ങ് വരുന്നതല്ല, 3 കപ്പൽ നിറയെ ഗോതമ്പുമായിട്ടാ വരുന്നത്. സർദാർ ലാൽ സിംഗും ബാബ കൃപാൽ സിംഗും ഈ നേതാക്കളാണ് കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കേട്ടു. ആഹാ, സമരക്കാരുടെ ഭക്ഷണ കാര്യത്തിൽ ഇനി പേടിക്കണ്ട. അതെ, സൗജന്യ ഭക്ഷണശാല ആയിരിക്കുമല്ലോ. അരിക്കു പകരം ഗോതമ്പാണെന്ന് മാത്രം. അതിനെന്താ, പുതിയ വിഭവങ്ങൾ കഴിക്കാലോ, കണ്ടു പഠിക്കാലോ. ഉത്തരേന്ത്യക്കാര് ഗോതമ്പിന്റെ മാവ് കുഴച്ചെടുത്ത് പരത്തും, അത് പിന്നെ ചുട്ടെടുക്കുമത്രേ. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? വേണ്ട, കാണാലോ. सत श्री अकाल। वाहेगुरु जी का खालसा, वाहेगुरु जी की फतेह। हम बहुत दूर पंजाब से आज लंगर लगाने आए हैं। ദേ പഞ്ചാബിന്നാ പറയണത്. चलो रोटी बनाकर खाएंगे। ओ कुलविंदर, बोरी थल्ले रख दे आओ। ओ बहन जी, तुसी इत्थे आओ, ते आज 80 रोटी बनाना सिखावांगे। ഈ ചാക്കിനകത്ത് എന്താ? ആട്ടാ ആട്ടാ. അട്ടയോ? അട്ടയുടെ കാര്യമൊക്കെ പറയണെന്താ? അട്ട नहीं, ആട്ടാ ആട്ടാ, गेहूं दा आटा। हिंदी मालूम? ദേ ഹിന്ദി അറിയാമോന്ന്? ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ എന്താ, അവര് കാണിക്കണതൊക്കെ നമുക്ക് മനസ്സിലാവണില്ലേ? അത് പോരെ? ओ बहन जी, परात विच आटा डालो और थोड़ा थोड़ा पानी डालकर गूंदो। गूंधे हुए आटे की छोटी छोटी गोल लोइयां बनाओ। दे उंडे उंडे ആയിട്ട് ഉരുട്ടാനാ പറയണത്. और बेलो। ऐसा नहीं, ऐसा ऐसा, गोल गोल। अब रोटी को गरम तवा में डाल दो। अब पलटो, देखो कैसे फूल गई है। ദേ പൊങ്ങി പൊങ്ങി വരണ നോക്കി. ആ ദേ ഇതാണ് അവര് പറയണ ചപ്പാത്തി. चंगा चंगा। आहा, 2 ही रोटी काफी है, भूख नहीं लगेगी। खाओ खाओ, पेट भर के खाओ। ആ കൊള്ളാലോ. അങ്ങനെ നമ്മുടെ നാട്ടിലും ചപ്പാത്തി വന്നു. സമരത്തിന്റെ ആവേശമൊന്നും കുറഞ്ഞിട്ടില്ലാട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് രാമസ്വാമി നായ്ക്കർ എന്ന നേതാവ് ഭാര്യ നാഗമ്മയുമായിട്ടാ വന്നിരിക്കുന്നേ. നായ്ക്കരുടെ പ്രസംഗം കേൾക്കാൻ എത്ര പേരാ തടിച്ചുകൂടിയിട്ടുള്ളത്. பாருக்குள்ளே நல்ல நாடு எங்கள் பாரத நாடு. இந்த பாருக்குள்ளே நல்ல நாடு எங்கள் பாரத நாடு.
ഭാരതനാട്. 3.5 കോടി மக்களுள்ள ஒரு நாடு, 30 கோடி மக்களுள்ள நாட்டை அதிகாரம் செய்து வருகிறது. ஆங்கிலேயக்காரனுக்கு பீரங்கியும் விமானமும் உள்ளது. மக்களின் சங்கடங்களை அவர்கள் அறிவதே இல்லை. 30 கோடி பாரத மக்களில் ரொம்ப கம்மியாக நாட்டு ராஜாக்களும் 1000 ஜமீன்தார்களும் இருப்பார்கள். உடலையே மறைக்க முடியாதவர்கள் கோடிக்கணக்கினர் உள்ளனர். குழந்தைகளை வளர்க்க முடியாதவர்கள் லட்சக்கணக்கினோர்கள். வைக்கம் ரோடில் அதர்மிகள் சுதந்திரமாக போய் வருகிறார்கள். இன்றிலும் தர்மத்தை காக்கும் ஒரு தீண்டல் ஜாதினருக்கு அந்த வழியில் செல்ல அனுமதி கிடையாது. இதனால் இந்த அதர்ம நாட்டுக்கு என்ன பிரயோஜனம்? 6000 மைல் தூரேன்று வந்து பாரதத்தை ஆராய்ச்சி செய்து வருவோரில் நாம் தீண்டாமையை பாதுகாப்பு செய்து வருவதும், ஒரு ஜாதி வேற ஜாதியை விட கீழே என்று அவரை தெரிவிக்க வருவதும் மூலமாக நாம் பிராமண சண்டால வேர்பிரிவினை உருவாக்கி வருகிறோம். സമരം ജയിക്കില്ല. மக்களை சும்மா விடுங்கள். காவல்துறை அதிகாரிகளே, மக்களை சும்மா விடுங்கள். என்னை கைது செய்யுங்கள். ആണുങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്യാൻ നമ്മൾ പെണ്ണുങ്ങൾക്കും പറ്റൂന്ന് ഏമാന്മാർക്ക് ഇപ്പൊ മനസ്സിലായി കാണും. ശരിയല്ലേ? ആണുങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടാല് സമരം നിർത്തും, സമരം തോറ്റുപോകും എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നല്ല മറുപടി തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പഞ്ചാബുകാരുടെ ചപ്പാത്തിയും അവരുടെ സഹായമൊക്കെ നമ്മളെ കുറച്ചൊന്നല്ല സഹായിച്ചത്. സമരക്കാർ ആരുടെയും ആശ്രയമില്ലാതെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന ഗാന്ധിജിയുടെ അഭിപ്രായം മാനിച്ച് പഞ്ചാബുകാർ ഇവിടം വിട്ടു. നമ്മൾ സമരക്കാർക്കൊപ്പം നിൽക്കുന്നതൊക്കെ ചിലർക്ക് കണ്ണിലെ കരടായി മാറിയിട്ടുണ്ട്. അതൊന്നും സാരമില്ല. KPയുടെയും TKയുടെയും ബാരിസ്റ്ററിന്റെയും ഒക്കെ ഭാര്യമാരുണ്ടല്ലോ നമ്മളെ നയിക്കാൻ. ദേ നോക്കിയേ, കയ്യാലയ്ക്കൽ നാരായണിയമ്മയല്ലേ വരുന്നേ. സമരത്തിന്റെ വീര്യം കെടുത്താൻ അധികാരികൾ കണ്ടിട്ടുള്ള മാർഗം അവരെ ജയിലിൽ അടയ്ക്കുക എന്നതാണ്. പുരുഷന്മാരെ മുഴുവൻ ജയിലിലാക്കിയാൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാനാവും എന്നാണോ അവർ കരുതുന്നത്? അവകാശത്തിനു വേണ്ടിയുള്ള സമരത്തിന് ആണെന്നും പെണ്ണെന്നുമില്ല. ഇന്നത്തെ സത്യാഗ്രഹം വിജയിപ്പിക്കാൻ പുരുഷന്മാർ പരാജയപ്പെട്ടാൽ വിജയം നമ്മുടേതാകുന്നതുവരെ ഒരു ബറ്റാലിയൻ വന്നു പോരാടും. നമുക്കെല്ലാവർക്കും ചേർന്ന് പിടിയരി ശേഖരണം നടത്തണം. സമരം എത്ര നാൾ നീണ്ടാലും ശാരീരികമായും മാനസികമായും ആരും തളരരുത്. അങ്ങനെ വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അതെ അതെ, പോരാടും പോരാടും, വിജയം വരെ പോരാടും. പുതിയൊരു നീതിക്കായി നമ്മളുണർന്നുയരും, അഭിമാനഗാനവുമായി പടർന്നുയർന്നിടും. ഇന്നലെയാരോ ചെയ്തൊരു നീതിക്കായി പകരം ചോദിക്കും, നീതിക്കായി പൊരുതും. സമരം സമരം സമരം, സത്യാഗ്രഹ സമരം. സമരരഥം തന്നിൽ ഉരുളുകൾ പായിക്കാൻ
കുതിച്ചു നീങ്ങാനായി ഒരുങ്ങിടും ഞങ്ങൾ കുതിച്ചു നീങ്ങാനായി ഒരുങ്ങിടും ഞങ്ങൾ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ, വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ, ഗുരുസ്വാമികൾ വിജയിക്കട്ടെ, വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ, ഗുരുസ്വാമികൾ വിജയിക്കട്ടെ, വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ, ഗുരുസ്വാമികൾ വിജയിക്കട്ടെ, വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ. സത്യാഗ്രഹ സമര പരിപാടിയിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനാണ് ഗാന്ധിജിയുടെ നിർദ്ദേശം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഐത്തോച്ചാടന കമ്മിറ്റി പല പ്രവർത്തനങ്ങളും നടത്തുന്നത് നാം അറിയുന്നുണ്ട്. സ്വാമികളുടെയും ഗാന്ധിജിയുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണല്ലോ. അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്കാവുമെന്ന വിശ്വാസവും ഇപ്പോഴുണ്ട്. ഉടുപ്പും തൊപ്പിയും ധരിച്ച് നടക്കാൻ നമുക്കാവില്ല. പക്ഷേ ഒരു സഹായിയായി വന്ന് സത്യാഗ്രഹമനുഷ്ഠിക്കാൻ നാം സന്നദ്ധനാണ്. ഈ ഖദർമാലയ്ക്ക് സുഗന്ധമില്ലെന്നറിയാം. ഇതിൻ്റെ വാസന മറഞ്ഞിരിക്കുന്നതാണ്. പുറമേക്ക് അതിൻ്റെ മഹത്വം പലർക്കും അറിയാത്തതുപോലെ. സമത്വം ഉറപ്പുവരുത്താനുള്ള ഈ സത്യാഗ്രഹ സമരത്തിന് പാതകളേറെ താണ്ടാനുണ്ട്. സ്വാമികൾ വേലൂർ മഠത്തിൽ 2 ദിവസം തങ്ങുമോ? സത്യാഗ്രഹത്തിന്റെ കേന്ദ്രമാണല്ലോ അങ്ങയുടെ ഈ ആശ്രമം. ആശ്രമവളപ്പിലെ എല്ലാ ക്രമീകരണവും നമുക്ക് ചുറ്റി നടന്ന് കാണണം. ഏതു സഹായത്തിനും നാം തയ്യാറാണ്. സ്വാമിയുടെ ആത്മബലവും അനുഗ്രഹവുമാണ് ഞങ്ങളുടെ ശക്തി. മറ്റൊന്നു കൂടിയുണ്ട്. ശിവഗിരിയിൽ തുടങ്ങിയ സത്യാഗ്രഹനിധിയിൽ നിന്നും ലഭിച്ച 1000 രൂപ സമരസമിതിക്കായി സമർപ്പിക്കുകയാണ്. മഹാത്മജിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാനുള്ള ഒരു സഭ ആശ്രമത്തിൽ ഒരുക്കുന്നുണ്ട്. ഗുരുവിനും അതിൽ പങ്കുകൊള്ളാമല്ലോ. പങ്കുകൊള്ളാനല്ല, ഗാന്ധിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. എല്ലാം ശുഭമായി തീരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മനുഷ്യർ തമ്മിൽ ഭേദമൊന്നുമില്ലെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കൊടുക്കാൻ ചെയ്യുന്ന വൈക്കം സത്യാഗ്രഹം നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഓർമ്മിക്കപ്പെടും. തീർച്ച. ഒരു സവർണജാഥ സംഘടിപ്പിക്കണമെന്ന് ഗാന്ധിജിയുടെ നിർദ്ദേശമുണ്ട്. ഭരണകൂടത്തിനും സവർണ മേധാവികൾക്കും മനഃപരിവർത്തനം നടത്തുക എന്നതാണ്
മേൽജാതിക്കാർ നയിക്കുന്ന സവർണ ജാഥയുടെ ലക്ഷ്യം. വൈക്കത്ത് ചേരുന്ന അയിത്തോച്ചാടന കമ്മിറ്റി ആ സംരംഭം ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 1,00,000 സവർണർ ഒപ്പിട്ട നിവേദനം തയ്യാറാക്കി ജാഥയായി ചെന്ന് തിരുവിതാംകൂർ ഗവൺമെന്റ് സമർപ്പിക്കണമെന്ന തീരുമാനമാണ് ഗാന്ധിജിയുടേത്. അതെ, കാൽനടയായി തിരുവനന്തപുരം വരെ ചെല്ലുക. നവംബർ 1-ാം തീയതി തന്നെ നമുക്കതിനായി തെരഞ്ഞെടുത്താലോ? മന്നത്തിനെ ജാഥ ക്യാപ്റ്റനായി മുന്നിൽ നിർത്താമെന്നും തീരുമാനമായിട്ടുണ്ട്. ഉയർന്ന ജാതിയിലുള്ള ഹിന്ദുക്കൾ നയിക്കുന്ന ജാഥ നമ്മുടെ പ്രക്ഷോഭത്തിന് കരുത്തു നൽകും. ശരിയാണ്. ഭീമഹർജിയുമായി തന്നെ മഹാറാണിക്ക് മുന്നിലെത്തണം. ഭരണകേന്ദ്രങ്ങളിലേക്ക് സമരത്തിന്റെ തീവ്രത എത്തിക്കണം. വൈക്കത്തു നിന്ന് പുറപ്പെടുന്ന ജാഥയുടെ മുൻനിരയിൽ മന്നത്തിനൊപ്പം നമ്മളെല്ലാവരും ഉണ്ടാകും. തെക്കുഭാഗത്തു നിന്നും ഒരു ജാഥ പുറപ്പെടുന്നുണ്ട്. നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണത്. വൈക്കത്തപ്പന്റെ തിരുനടയിൽ നിന്നാവട്ടെ നമ്മുടെ യാത്രാരംഭം. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. മരണത്തെക്കാളും ഭയാനകം തീണ്ടൽ പലക നിൽക്കുന്ന നില കണ്ടാൽ അവയെല്ലാം നീക്കിയിട്ടവമാനം ഭൂമിക്കൊഴിവാക്കിയിടേണം. ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. വരിക സഹജരേ പതിതരില്ല മനുജരിൽ ഒരു പിതാവിനുദ്ഭവിച്ച തനയരാണു നമ്മൾ. വരിക സഹജരേ സഹജരേ വരിക സഹജരേ സഹജരേ. കരമണച്ചു കരളുറച്ചു പെരുവഴിക്കു പോക നാം. കുറവ പറയ പുലയരാതി പ്രജകൾ മനുജരല്ലയോ. വരിക സഹജരേ സഹജരേ വരിക സഹജരേ സഹജരേ. വയൽ കിളച്ചു കള പറിച്ചു വിളവെടുക്കും വൃത്തിയാ. തടി കറുത്ത മനുജരെല്ലാം പതിതരായി മാറിപ്പോ. വരിക സഹജരേ പതിതരില്ല മനുജരിൽ ഒരു പിതാവിനുദ്ഭവിച്ച തനയരാണു നമ്മൾ. വരിക സഹജരേ സഹജരേ വരിക സഹജരേ സഹജരേ വരിക സഹജരേ സഹജരേ വരിക സഹജരേ സഹജരേ.
What logic is there in stopping someone simply because of their caste? I can understand stopping thieves, drunkards, or people with loose morals from using the road. ഹിന്ദു മതഗ്രന്ഥങ്ങളുടെ പാവനത്വത്തിൽ മഹാത്മജി വിശ്വസിക്കുന്നുണ്ടോ? Yes. താങ്കൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? Yes, of course. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, ഞങ്ങളുടെ ആചാരം അനുസരിച്ച് മുൻ ജന്മങ്ങളിലെ പാപങ്ങളുടെ ഫലമായി ചിലർ അയിത്തജാതിയിൽ ജനിക്കുന്നു. ആചാരവിധികൾ അനുസരിച്ച് അവരോട് ഇങ്ങനെ പെരുമാറാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇക്കാര്യം പരിഗണിച്ചാൽ ഇവർ കൊള്ളക്കാരെക്കാളും ഹീനരാണ്. I would like to know the reason why these poor underprivileged people guts. കള്ളനെയും മദ്യപനെയും അവരുടെ കൊള്ളരുതായ്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു പക്ഷേ നിയമത്തെ കൊണ്ട് കഴിഞ്ഞേക്കാം. ഹീനജാതിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ യാതൊരു മാർഗവുമില്ല. They do not have any intention to block the road or stay there. Their need is just to pass through the road. കടന്നു പോകാൻ അനുവദിക്കുക, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. The restrictions imposed in Vaikam are not mentioned in any Hindu scripture. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഈ വിലക്ക് അദ്വൈത സ്ഥാപകൻ ശ്രീ ശങ്കരാചാര്യർ ഏർപ്പെടുത്തിയതും അന്ന് മുതൽ ആചരിച്ചു പോരുന്നതുമാണ്. If that is the case, an unbiased Hindu scholar should scrutinize the Shankara Smriti. And if no such restrictions are mentioned, then all such practices should be withdrawn. തീരെ നടപ്പാകാത്ത കാര്യം. Okay, we can seek a consensus from the higher caste people, and if the majority agrees, the decision should be accepted. അതും നടപ്പാവില്ല, അത്ര തന്നെ. Or else, is it possible that a Brahmin represent the higher caste and a scholar representing the protesters hold a discussion in the presence of the Divan of the Travancore kingdom and arrives at a solution? അവസാനമായി ഒന്നുകൂടി പറയാം. ജാതിയിൽ താഴെയുള്ളവരെ ക്ഷേത്ര വഴിയിലൂടെ കടന്നു പോകാൻ അനുവദിക്കാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ഉത്തരേന്ത്യയിലെ വലിയ നേതാവാണത്രേ ഗാന്ധിജി. വലിയ വലിയ ആളുകളാണെന്ന് തോന്നുന്നു കൂടെയുള്ള എല്ലാവരും. ഇതൂടി കേൾക്കണു, മഹാറാണിയെ കാണാൻ തിരുവനന്തപുരത്തേക്കും യാത്രയുണ്ടത്രേ. അയിത്തക്കാർക്ക് വേണ്ടി ഇത്രയും ദൂരത്തുനിന്നെത്തിയ അദ്ദേഹത്തിന്റെ കൂടെ എത്ര ആളുകള്. I hope Your Highness understands the need to open the road to these marginalized people. വ്യക്തി എന്ന നിലയിൽ അയിത്താചാരത്തോട് രാജകുടുംബത്തിന് യോജിപ്പില്ല. എല്ലാവർക്കുമായി എല്ലാ പാതകളും തുറന്നു കൊടുക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. Well, people in power always have the right to make any decision, isn't it? ഇക്കാര്യത്തിൽ അതിന് ചില പരിധികളുണ്ട്. ഭരണാധികാരി എന്ന നിലയിൽ നിയമങ്ങളും
ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും പാലിക്കേണ്ടതുണ്ട്. അത് ലംഘിക്കാൻ കഴിയില്ല. അങ്ങയുടെ അടുത്ത സന്ദർശനം ശിവഗിരി ആശ്രമത്തിലേക്കാണെന്നറിഞ്ഞു. മഹാഗുരുവിനെ സന്ദർശിക്കുന്നത് ഈ അവസരത്തിൽ ഏറ്റവും ഉചിതമായിരിക്കും. I can understand. I take this opportunity to congratulate the royal kingdom on releasing the protesters and leaders from the prison. തീർച്ചയായും അതങ്ങനെയല്ലേ? ഉവ്, ഗുരുവിന്റെ ശിഷ്യൻ ഗോവിന്ദദാസിന്റെ വനജാക്ഷി മന്ദിരം എന്ന ഈ കെട്ടിടത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ ഇവിടം ഗാന്ധിയാശ്രമമായി മാറുകയും ചെയ്യും. ശാരദാമഠത്തിലും വൈദിക മഠത്തിലും സ്വാമി മഠത്തിലും ഒക്കെ അദ്ദേഹം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. മഠത്തിൽ നിന്ന് മന്ദിരം വരെയുള്ള വഴി മുഴുവനും വെള്ളമണൽ വിരിച്ചു കഴിഞ്ഞു. ഗാന്ധിജി സംസാരിക്കുമ്പോൾ ദ്വിഭാഷിയാകാൻ കുമാരനുണ്ടല്ലോ. ഉവ്. ഇനി വേറെന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? കുട്ടികളെ, മാല കൊരുത്തു കഴിഞ്ഞോ? അത് തട്ടത്തിലേക്ക് എടുത്ത് തയ്യാറാക്കി വെക്കണം. അതേപോലെ ആരതി ഒഴിയാനുള്ളതും എടുത്തു വെക്കണം. പുൽപ്പായും അതിനു മുകളിൽ ഖദർവിരിപ്പും എല്ലാം തയ്യാറല്ലേ? എല്ലാ ഒരുക്കങ്ങളും ഭംഗിയായി നടത്തണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹവും ഗാന്ധിജിയെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. മഹർഷി തുല്യരായ രണ്ടുപേരുടെ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷികളാകാൻ സാധിച്ച നമ്മളും ഭാഗ്യമുള്ളവർ തന്നെയാണ്. അതാ നോക്കൂ, അവരെത്തിക്കഴിഞ്ഞു. രണ്ട് കാറുകളിലായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ആദ്യത്തെ കാറിൽ രാജഗോപാലാചാര്യക്കൊപ്പമാണ് ഗാന്ധിജി. മറ്റുള്ളവർ പിന്നാലെയുള്ള വണ്ടിയിലായിരിക്കും അല്ലേ? കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. I think you may not be comfortable in speaking English. സ്വാമിജിക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്നാണ് ചോദിച്ചത്. മഹാത്മാ, അങ്ങയ്ക്ക് നമ്മുടെ ഭാഷ അറിയുമോ? മഹാത്മാ, will you be able to understand our language? No. Do you think that untouchability is prescribed in Hindu scriptures? ഇല്ല. Do you have any disagreement regarding the Vaikam Satyagraha? ഇല്ല, അത് ശരിയായി തന്നെ നടക്കുന്നുണ്ടെന്നാണ്
അറിവ്. In your opinion, what else is needed to remove the hardships of the oppressed classes? അവർ അറിവും വിദ്യാഭ്യാസവും സമ്പത്തും നേടണം. മിശ്രവിവാഹമോ മിശ്രഭോജനമോ വേണമെന്ന പക്ഷമില്ല. പക്ഷേ ജീവിതത്തിൽ മുന്നേറാൻ അവർക്ക് തുല്യ അവസരങ്ങൾ ആവശ്യമാണ്. People opine that one should convert to other religion to attain freedom. Would you approve that? മതപരിവർത്തനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതായി കാണുന്നുണ്ട്. അത് കാണുമ്പോൾ മതപരിവർത്തനം നന്നെന്ന് പറയുന്നതിൽ ജനങ്ങളെ കുറ്റപ്പെടുത്താനാകില്ല. Good. Do you believe that Hinduism is sufficient for attaining moksha? മറ്റു മതങ്ങളും മോക്ഷത്തിലേക്കുള്ള വഴികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആത്മീയ മോക്ഷത്തിന് ഹിന്ദുമതം മതി. പക്ഷേ ഭൗതിക സ്വാതന്ത്ര്യവും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. That will happen. അതിന്റെ കാഠിന്യം കണക്കിലെടുക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ സംഭവിക്കണമെങ്കിൽ ഗാന്ധിജി വീണ്ടും ജനിക്കേണ്ടി വന്നേക്കാം. I believe that this will be accomplished within my own lifetime. But Swami, untouchability exists even among the backward people. Are people of all communities allowed to enter the temples built by you? അതെ, എല്ലാവർക്കും പ്രവേശനം അനുവദനീയമാണ്. പുലയ പറയ സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾ ഈ ആശ്രമത്തിൽ താമസിക്കുകയും മറ്റു സമുദായങ്ങളിലെ കുട്ടികളോടൊപ്പം പഠിക്കുകയും ചെയ്യുന്നു. അവരെല്ലാം പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഈശാവാസ്യമിദം സർവം ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാ തേന ത്യക്തേന ഭുഞ്ജീതാ മാ കൃതകസ്യ സിദ്ധ്വനം മാ കൃതകസ്യ സിദ്ധ്വനം ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാ മാ കൃതകസ്യ സിദ്ധ്വനം. I am truly amazed by the Vedas recited by these children who have long been treated as untouchables. Who would not be moved by it? വിശ്വപ്രാർത്ഥനയുടെ മഹത്വം അതാണ്. സകല ജീവജാലങ്ങൾക്കും സുഖവും സമാധാനവും ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാകണം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. ദൈവമേ
കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായെണ്ണി എണ്ണിത്തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനും സാമൂഹിക ഉദ്ധാരണത്തിനും വേണ്ടിയുള്ള സമരങ്ങളെ കൂട്ടിയിണക്കിയ വൈക്കം സത്യാഗ്രഹം ജാതിവിരുദ്ധ സമരം എന്നതിനപ്പുറം മനുഷ്യാവകാശ പ്രശ്നത്തിന് വേണ്ടി നിലനിന്ന യജ്ഞമായിരുന്നു. 603 ദിവസം നീണ്ടുനിന്ന യുഗനിർണായക സമരം അവസാനിക്കുന്നത് വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്തെ വഴി ഒഴിച്ചുള്ള ഭാഗങ്ങളിലൂടെ എല്ലാ ജാതിക്കാർക്കും നടക്കാമെന്ന വിധി നേടിയെടുത്തുകൊണ്ടാണ്. ഫലപ്രാപ്തിയുടെ തോതല്ല ഒരു സമരത്തെ അന്തിമമായി നിർണയിക്കുന്നത് എന്ന സത്യം 100 വർഷത്തിന് ഇപ്പുറം നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു. കാരണം ഭാവി കാലത്തിന് പലതും ബാക്കി വച്ചുകൊണ്ട് ഈ വീരസമര ചരിത്രം ഇന്നും നമ്മെ പലതും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ കഴിഞ്ഞത് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നു എന്ന് പറഞ്ഞ കർമ്മയോഗിയും സത്യാഗ്രഹത്തോട് പൂർണ്ണമായി താദാത്മ്യം പ്രാപിച്ച ധർമ്മയോഗിയും തമ്മിൽ കണ്ടുമുട്ടിയതായിരുന്നു സമരകാലയളവിലെ ഏറ്റവും തിളക്കമാർന്ന മുഹൂർത്തം. ജാതി, മതം, മനുഷ്യൻ, നവോത്ഥാന ചിന്തകൾ ഇവയുടെ എല്ലാം അറിവുകൾ പരസ്പരം കൈമാറുവാൻ കളമൊരുക്കിയ സമാഗമം. ഭൗതിക വഴിയിലൂടെ സഞ്ചരിച്ച മഹാത്മജിയും ആത്മീയതയിലൂടെ നടന്ന ഗുരുവും തമ്മിലുണ്ടായ സംവാദത്തിലൂടെ ഉയർന്നു വന്ന ഉൾക്കാഴ്ചകൾ ലോകത്തിന് പുതുവെളിച്ചം നൽകിയ സമാഗമം. മലയാള ഭൂമിക്ക് എന്നെന്നും ഓർത്തു വയ്ക്കാനും അഭിമാനിക്കാനും കൂടിയുള്ള നിമിഷങ്ങൾ നൽകിയ സമാഗമം. ചരിത്രത്തിന് ഒരിക്കലും മറക്കാനോ മായ്ക്കാനോ സാധിക്കാത്ത സമാഗമം. പവിത്രമായ ആ സമാഗമ സ്മരണയ്ക്ക് മുന്നിൽ, ഋഷിസംഗമ സ്മരണയ്ക്ക് മുന്നിൽ തികഞ്ഞ അഭിമാനത്തോടും ആദരവോടും കൂടി വിദ്യോദയ അഞ്ജലികൾ അർപ്പിക്കുന്നു. പൂർത്തിയാക്കുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവരോടും, പ്രത്യേകിച്ച് കൃഷ്ണമൂർത്തി സാറിനോട് ഒരുപാട് സ്നേഹത്തോടുകൂടിയുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ഞങ്ങളുടെ ഈ നാടകത്തിനെ പറ്റി എന്തെങ്കിലും, ജോർജ് സാറിനെ സാദരപൂർവ്വം ക്ഷണിക്കുന്നു. തെറ്റുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, പക്ഷേ എന്നാലും ഞങ്ങളുടെ ഈ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് അങ്ങേയറ്റം സന്തോഷം, ബഹുമാനം. തെറ്റും കുറ്റവും ഒന്നുമില്ല, ഞങ്ങളുടെ എല്ലാം മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊരു നാടകം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു ഋഷി സംഗമം തന്നെയാണ്. നമ്മുടെ ഈ ഭാരതഭൂമിയുടെ സാംസ്കാരിക ഗരിമ അടയാളപ്പെടുത്തുന്ന ഒരു മഹാ ഉദ്യമം എന്നാണ് നമുക്കെല്ലാം ഒരേ മനസ്സോടുകൂടി പറയാൻ കഴിയുന്നത്. പക്ഷേ ഈ നാടകത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ബോർഡ് എടുത്ത് മാറ്റണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ഇതിങ്ങനെ ഇരിക്കാൻ പാടില്ല അവസാനം വരെ. സുപ്രധാന ഘട്ടം വരുമ്പോൾ അത് മാറ്റണം. അതെന്നാൽ നമ്മുടെ ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ നമുക്ക് വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണത നമ്മുടെ മനസ്സിലൂടെ നിൽക്കണം. മഹാത്മാവിൻ്റെ മുമ്പിൽ ഗുരുദേവൻ അർപ്പിക്കുന്ന ഒരു പുണ്യ ശ്ലോകം ഉണ്ടല്ലോ. അതാണ് നമുക്കെല്ലാവരുടെയും മനസ്സിലുള്ളത്. ജാതിഭേദം, ചില സീനുകളിലൊക്കെ എന്താ പറയുക, കണ്ണ് നിറയുന്ന ഒരവസ്ഥ വന്നു. എത്ര ഭംഗിയായി, എത്ര അനായാസമായിട്ടാണ് കേരള ചരിത്രത്തിൻ്റെ വാക്കുകളിൽ. കാരണം ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ എടുത്തിട്ടുള്ള പെയിൻ, നിങ്ങൾ എടുത്തിട്ടുള്ള അധ്വാനം, നിങ്ങൾ
ഗംഭീരമായി ആസ് യൂഷ്വൽ വിദ്യോദയയിലെ ടീച്ചേഴ്സ് എന്ത് പ്രോഗ്രാം എന്ന് ചെയ്താലും അതിനൊരു വേറിട്ടൊരു ഒരു ഭംഗി ഉണ്ടാവും. അത് ഒരു പ്രാവശ്യം കൂടി ഗുരുസ്വാമിയായിട്ട് എനിക്ക് തോന്നുന്നു ജീവിക്കുമായിരുന്നു. ഇതിൻ്റെ ആ ഒരു കയറി വന്ന സമയം തുടങ്ങിയുള്ള ശരീരഭാഷ പറയാം, അത് എനിക്കത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അത്ര ഗംഭീരമായിരുന്നു. സ്ക്രിപ്റ്റ് എഴുതിയ എസ് ആ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു കൈയടക്കം, അതിലെ ഭാഷ അതിഗംഭീരമായിട്ട് അത് ചെയ്തു. അതുപോലെ തന്നെ രമാനാൻ്റെ ഡയറക്ഷൻ